എറണാകുളം ജില്ലയിലെ മഞ്ഞപ്പറ ഗ്രാമം. അങ്കമാലിയിൽ നിന്നും കിഴക്കോട്ട് മാറി മലയാറ്റൂർ മലനിരകൾക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമം. ഈ ചെറുഗ്രാമത്തിന്റെ ചുറ്റിലുമായി പ്രധാനപ്പെട്ട ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നു. കാലടി ആദിശങ്കര പീഠം, മലയാറ്റൂർ മല, മഞ്ഞപ്പറ ജുമാ മസ്ജിദ് എന്നുവേണ്ട ജാതിമത ഭേദമില്ലാതെ ആരാധനാലയങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ഗ്രാമം. അങ്കമാലി ചന്തയിലെ സുഗന്ധ വ്യഞ്ജനങ്ങളിൽ മഞ്ഞപ്പറയ്ക്കുമുണ്ട് പങ്ക്. സി കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോയുടെ പൊടി മാറുന്നത് ഇന്ന് മഞ്ഞപ്പറ പഞ്ചായത്ത് ഗ്രൗണ്ടിലാണ്. സൂപ്പർ ബമ്പറിലേക്ക് സ്വാഗതം. മഞ്ഞപ്പുറയാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാ ഉണ്ട് വിശേഷം എന്റെ പൊന്നി ചേച്ചി? ആ ചിരി കണ്ടോ? എന്നാ ഉണ്ട് വാർത്തകളൊക്കെ? എന്നെ ഒന്നും ചെയ്യല്ലേ? ഒന്നും ചെയ്യില്ല, പറഞ്ഞു. സുഖമായിട്ടിരിക്കുന്നു. മഴ പെയ്യോ? മഴ പെയ്യില്ല. എന്താ ചേച്ചിയുടെ പേര്? എന്താ ചേച്ചി പേര്? അൽഫോൻസ ഷാജൻ. 7ാം വാർഡ് മെമ്പറാണ്. 7ാം വാർഡ് മെമ്പറാണ്. ഓ മെമ്പർ കീ. അതാണ്. എന്താ പേരെന്താ ചേച്ചിയുടെ? അശ്വതി. അശ്വതി. അശ്വതി എന്നാണ് പേര്. കുട്ടികള്? കുട്ടികൾ 2 ആള്. ഇത് ഒരു മോളെന്തി? അവിടെ 2 ആള് അവിടെയാണ്. അവിടെ ഉണ്ടോ? ഓക്കെ. സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമില്ല. അടുത്താണ് വീട്. സംഗീതത്തിലുള്ള ഈ ഭ്രമം തുടങ്ങിയിട്ട് കാലം എത്രയായി? വർഷങ്ങളായിട്ടുണ്ട്. പാട്ട് പാടിയാണ് ഹസ്ബൻഡിനെ വീഴ്ച? അല്ല, പുള്ളി വീണ് പോയതാണ്. പുള്ളി അങ്ങനെ തന്നെ വേണം അല്ലേ? ഏതായാലും 2 പേര് പാട്ട് പാടാം, ഒന്ന് കയറുന്നുള്ളൂ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? റെഡി 1 2 3 5 പിടിച്ചോ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇനം കേട്ടനാ രുതി ചേടി പോയി നീളേ താഴെ തണലാർന്ന പൂവനങ്ങൾ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ. അടിപൊളി. 5 കണ്ടസ്റ്റന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ആരായിരിക്കും 5 പേരിൽ ഭാഗ്യവാൻ? ആരായിരിക്കും സൂപ്പർ ബമ്പർ കളിക്കാൻ പോകുന്ന ആദ്യത്തെ വ്യക്തി? സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് 5 പേരെ. ഒന്ന് 2 3 4 5 6 6ആയല്ലോ. അല്ല 1 2 3 എന്റെ കുട്ടിയായിരുന്നു. 5 പേര്. എന്താ പേര്? പേര് ബിബിൻ. എവിടെ വീട്? അങ്ങനെ ഇവിടെ അടുത്ത് തന്നെയാണ്. അതെ അല്ലേ. എന്ത് ചെയ്യുന്നു? എനിക്ക് പെയിന്റിങ്ങിന്റെ വർക്കാണ്. പെയിന്റിംഗ് ആണ്. കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. എന്ത് കല്യാണം കഴിക്കാനുള്ള സാധ്യത വല്ലതും ഉണ്ടോ? ഇല്ല, സാധ്യതയൊന്നുമില്ല. ഇപ്പൊ ഇല്ല. റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? നാട്ടുകാർക്ക് കുറച്ച് സേവനങ്ങൾ ചെയ്യാണ്. ഓക്കെ. കല്യാണം കഴിക്കാൻ വേണ്ടി വല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ടോ? ഇല്ല, ഇതൊക്കെ കണ്ടിട്ട് സന്തോഷം. ദുരുദ്ദേശപരമായിട്ടാണ് ഉള്ളി ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ, വലിയ സന്തോഷമുണ്ട്. നമുക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാം അല്ലേ? നിങ്ങൾ സുഹൃത്തുക്കളാണോ? അതെ, സുഹൃത്തുക്കളാണ്. ഒരു കൊച്ച്, എന്റെ പൊന്നും കൂടെ. പേരെന്താ? സാജൻ. സാജൻ ശരിക്കും പറഞ്ഞാലേ ഈ പള്ളിയിലച്ചന്മാരല്ലേ, ഈ അച്ഛനാകാൻ പഠിക്കുന്ന പിള്ളേര് അല്ലേ? കത്തനാര് കുട്ടി അല്ലേ? അത്ര പാവൊന്നുമല്ല, ഫിഗർ മാത്രമേ ഉള്ളൂ അല്ലേ? അതൊക്കെ ഒരു എന്തായാലും കുഴപ്പമില്ല. നാട്ടുകാരെ പറ്റിക്കാനുള്ള ഒരു വേലയാണ്. എന്ത് ചെയ്യുന്നു? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെ? ഒക്കല് എന്ന് പറയുന്നത് കാലടിയുടെ അടുത്ത്. ഒക്കല്ലേ? ഏത് കമ്പനി? എന്ത് കമ്പനിയാണ് അത്? അതൊരു കൺസ്ട്രക്ഷൻ കമ്പനിയാ. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ചേട്ടനുണ്ട്, അപ്പച്ചൻ, അമ്മച്ചി. പാട്ടൊക്കെ പാടുവോ? കലാപരമായിട്ട് കഴിവുകളൊന്നും വിഷമത്തിൽ നിൽക്കുക ഞാൻ അല്ലേ? എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കലാപരമായിട്ട് പാട്ട് പാടുന്ന ആഗ്രഹമൊക്കെ, പക്ഷേ കിട്ടുന്നില്ല അങ്ങോട്ടല്ലേ. മൊത്തം പിച്ചൗട്ടാ. ഒന്ന് വാങ്ങി പിടിച്ചാലോ? ഇല്ലാതെ നടക്കില്ല. ഒരുപാട് ശ്രമിക്കുമല്ലേ? പാട്ട് പാടുന്നവരെ കാണുമ്പോൾ അസൂയൊക്കെ തോന്നും. ഭയങ്കര കൊതിയാ. ശരിയാട്ടോ അല്ലേ? പാട്ട് പാടാത്തവരെ കാണുമ്പോൾ ഭയങ്കര അസൂയ. ചിത്രം വരയ്ക്കുന്നവരെ കാണുമ്പോൾ ചിത്രം വരയ്ക്കാത്തവർക്ക് അസൂയ തോന്നും. ബാത്റൂമിൽ പാടും നമ്മള്. ബാത്റൂമിൽ പോലും പാടാൻ പറ്റണില്ലാന്നേ അല്ലേ? വീട്ടുകാർ പ്രശ്നമാണ്. വീട്ടുകാർ
എന്ന് പറയും അല്ലേ? പിന്നെ അല്ലാണ്ട് ആ. ചോറ് തരില്ലാന്ന് പറയും. ചോറ് തരില്ല. അമ്മയൊക്കെ ഉണ്ടോ അവിടെ? അമ്മ ഇവിടെ ഇല്ല. ആ നന്നായി, നിനക്ക് ഇന്ന് കിട്ടിയേനെ. ഓക്കെ, ഒരുപാട് സന്തോഷം. അടുത്ത ആള് ഇതൊരു സാധു മനുഷ്യനാ. ഇത് പറഞ്ഞാൽ വേണേ വിശ്വസിക്കാം, അത്ര സാധുവൊന്നും അല്ല അല്ലേ? പേരെന്താ? അക്ഷയ്. അക്ഷയ്. എന്ത് ചെയ്യുന്നു അക്ഷയ്? ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. എവിടെയായിരുന്നു? SSV SSV. അതെവിടെയാണ്? ഐരാപുരം. ഐരാപുരം. ഇത് ഞാൻ ചോദിക്കുന്നത് മാത്രം കറക്റ്റ്. ഐരാപുരം. വീട് എവിടെയാ? ഇന്നടുത്ത് ആണ്. എന്നാ ഉണ്ട് വിശേഷം? സുഖം. സുഖമാണ്. എങ്ങനെയുണ്ട് പഠനമൊക്കെ? എങ്ങനെയുണ്ട്? കഴിഞ്ഞു. ഹാപ്പിയാണോ? അഴിഞ്ഞു, വന്നാർന്നു, ചെന്നാർന്നു, പോയാർന്നു, എന്നാർന്നു, എപ്പോഴാർന്നു? കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ആർന്നോ? എന്താ തയ്യബേ? പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. വിശേഷം. വിശേഷം. കല്യാണം കഴിഞ്ഞോ? ഇല്ല. ഇല്ല. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ട്. ഉണ്ട്. ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. പ്രണയം ഉണ്ടോ? ഇല്ല. ഇല്ലാർന്നോ? ഇല്ല. എന്നാ ഇല്ലാർന്നേ? ഉണ്ട് 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 ഉണ്ട്. ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. ഇല്ലാർന്നു എന്നും ഉമ്മ പറയുന്ന അല്ലാർന്നോ? ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു. കഴിഞ്ഞില്ലേ? ആ പോയില്ലേ? തേച്ചിട്ട് പോയില്ലേ? സന്തോഷം. പഠനമൊക്കെ നന്നായിട്ട് പോകണ്ടല്ലോ അല്ലേ? ഓക്കെ, ഞാൻ സാരമില്ല കേട്ടോ, കഴിഞ്ഞത് പോട്ടെ. നമുക്ക് എന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചാൽ മതി, ഇനി നല്ലത് കിട്ടും കേട്ടോ അല്ലേ? പോയത് പോട്ട് അല്ലേ? ഓക്കെ, ഇതാരാ നിൽക്കുന്നത്? എൻ്റെ ദൈവമേ, എന്താ പേര്? ലീനു. ഏ ലീനു. ലീനു. എന്ത് ചെയ്യുന്നു ലീനു? LLB കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നു. അതെയോ? വക്കീല അല്ലേ? പറ്റിപ്പോയി. പറ്റിപ്പോയി. വിവാഹിതയാണോ? അല്ല, അല്ല. കേസ് വല്ലതും കിട്ടിയോ? ഇതാ മഞ്ഞപ്പുറ നാടായതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷയുണ്ട്. മഞ്ഞപ്പുറം ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട്, കേസ് കിട്ടും അല്ലേ? ഇത് ലിനി എനിക്ക് തോന്നുന്നത് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. LLB എടുത്തല്ലേ? മഞ്ഞപ്പുറയിലെ ഒരു അവസ്ഥ കണ്ടിട്ട് നിങ്ങൾ അല്ല, ചെയ്തതാണോ? അബദ്ധത്തിൽ ചെന്ന് പെട്ടതാ. അബദ്ധത്തിൽ വീട്ടുകാർ നിർബന്ധിച്ചതാണോ ലിനി? അല്ല, അച്ഛന് നല്ല താല്പര്യമായിരുന്നു LLB. അച്ഛന് താല്പര്യമുണ്ട്, അമ്മയ്ക്കും താല്പര്യമുണ്ട്, നാട്ടുകാർക്കും താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് മാത്രം താല്പര്യമില്ല അല്ലേ? എത്ര നാളായി കഴിഞ്ഞിട്ട്? ഇപ്പോ 2 വർഷം ആവണു. എന്തോ? 2 വർഷം ആവണു. 2 വർഷം ആവുന്നല്ലേ? ഇപ്പം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ? തുടങ്ങി. എവിടെയാണ്? എറണാകുളം. എറണാകുളത്ത്. നിങ്ങൾ ഏതാ, ക്രിമിനൽ ലോയർ ആണോ അതോ വീട്ടിലെ ഭാര്യയും ഭർത്താവിനെ പറ്റി തെറ്റിപ്പിക്കുന്നത്? എനിക്ക് ക്രിമിനലാ താല്പര്യം. ക്രിമിനലാണ് താല്പര്യം. മറ്റാണ് നല്ല എളുപ്പമല്ലേ? എളുപ്പമുള്ള പരിപാടി. ഒരാളെ തമ്മിൽ തല്ലിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള പരിപാടിയല്ലേ? അത് ശ്രമിച്ചു നോക്കാൻ പറ്റായിരുന്നു? വേണ്ട, ഒരു ആയുസ് തീരും. എന്താ പേര്? ആര്യ. പഠിപ്പിച്ചാണ്. നല്ല മാർക്ക് ഉണ്ടായിരുന്നല്ലേ? പഠിപ്പിച്ചൊന്നുമല്ല, അല്ല, അത്യാവശ്യം മാർക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം. എത്ര പെർസെന്റ് ഉണ്ടായിരുന്നു മാർക്ക്? 73. ഈ കണ്ണാടി എത്ര പവർ? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ചുമ്മാ നുണയാണോ? അല്ലല്ല, ഉണ്ട്. ഉണ്ട്. എനിക്കറിയില്ല. അതെടുത്ത് കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് നല്ലോണം കാണാം. പിന്നെ എന്തിനത് വെച്ചിരിക്കുന്നേ? വായിക്കാനൊക്കെ ആയിട്ട് കാണണ്ടേ? അത് മാറ്റി വെച്ചു. ഓക്കെ, എന്തായാലും 5 പുലിക്കുട്ടികളാണ് നമുക്കിവിടെ എത്തിയിരിക്കുന്നത്. എന്റെ ചോദ്യം ഇതാണ്. ഈ ചോദ്യത്തിന് റൈറ്റ് ആൻസർ തരുന്നവരായിരിക്കും ആദ്യമായി സൂപ്പർ ബമ്പറിലേക്ക് എൻട്രി ആവുന്നത്. നിങ്ങൾ റെഡിയല്ലേ? റെഡിയല്ലേ? നിങ്ങൾ റെഡിയല്ലേ? ചോദ്യം ഇതാണ്. ഗാനഗന്ധർവൻ യേശുദാസിന് ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ കിട്ടിയിരിക്കുന്നത് എത്ര എണ്ണമാണ്? ആരാണ് ആദ്യം കാണിച്ചത്? ഓക്കെ, പറയൂ. 8. എത്രയാണ്? 9. പറയൂ. 7. 6. 8. ആരാണ് 7 പറഞ്ഞത്? നിങ്ങൾ എത്രയാ പറഞ്ഞത്? 9. നല്ലൊരു കയ്യടി. ഗാനഗന്ധർവൻ യേശുദാസിന് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയിരിക്കുന്നത് 9. പൊട്ട ഉത്തരവായി പോയി കേട്ടോ, ഒരുമാതിരി ഉത്തരം. 9. തീർച്ചയായിട്ടും 8 എന്ന് പറഞ്ഞ ആള് ആരാണ് ആദ്യം പറഞ്ഞത്? 8. തീർച്ചയായിട്ടും ശരിയാണ്. ഗാനഗന്ധർവൻ യേശുദാസിന് ദേശീയ അവാർഡ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് 8 അവാർഡാണ്. അദ്ദേഹത്തിനാണ് അതിനുള്ള റെക്കോർഡുള്ളത്. നല്ലൊരു കടി. സ്വാഗതം ചെയ്യാം ശ്രീ കേരളം സൂപ്പർ ബമ്പറിലേക്ക് ലീനുവിനെ. ലീന, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഞാൻ എല്ലാവരോടും ചോദിക്കുന്ന കാര്യമാണ്, എന്താണ് വിശേഷം? നമുക്ക് ഈ പരിചയമില്ലാത്തവരോട് വേറെ ഒന്നും ചോദിക്കാൻ അറിയത്തില്ല. എന്നാണ്ട് വിശേഷം എന്നാ ചോദിക്കാൻ അല്ലേ? ചേട്ടാ, വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട്? വേറെ എന്താ ചോദിക്കാനുള്ളത്? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞതാണോ? നല്ല ചോദ്യം, അടിപൊളി, സൂപ്പർ ആയിട്ട് കേട്ടാ. സത്യമായിട്ട് എന്റെ കല്യാണം കഴിഞ്ഞ മോളെ ആണല്ലേ? എന്ത് ചെയ്തി? ഓർമ്മിപ്പിക്കണ്ടായിരുന്നല്ലേ? ഓർമ്മിക്കണ്ട. ഇല്ല, അത് കുഴപ്പമില്ല. നമ്മള് ചില കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അഹങ്കാരം കൂടുമ്പോൾ ചില വിഷമങ്ങളെ കുറിച്ച് ഓർക്കണം. എന്റെ ഭാര്യ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും അല്ലേ? നമ്മളെ ചുമ്മാ പറഞ്ഞ കേട്ടോ, വീട്ടിലേക്ക് കയറേണ്ടതാ. പിന്നെ വേറെ എന്ത് ചോദിക്കും വിശേഷം? വേറെ വിശേഷമൊന്നുമില്ല. സൂപ്പർ ബമ്പർ അടിക്കുവോ? സൂപ്പർ ബമ്പർ അടിക്കാൻ ശ്രമിക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അച്ഛൻ, അമ്മ, അനിയൻ. അച്ഛൻ, അമ്മ, അനിയൻ. കല്യാണമായോ? കല്യാണമായിട്ടില്ല. അത്രയും സീരിയസ് ആവുന്നതിനാ? കല്യാണം ചോദിച്ചു. കല്യാണം ചോദിച്ചു. നിർബന്ധിക്കുന്നുണ്ട്. ചോദിച്ചു. കല്യാണമായിട്ടുണ്ടോ? മോളാണേ? ഇല്ല, കല്യാണമായിട്ടില്ല. അതൊരു താല്പര്യമില്ലാത്ത പോലെ
ഇല്ല നല്ല താല്പര്യമുണ്ട്. നല്ല താല്പര്യമുണ്ട്. താല്പര്യമുണ്ട്. നമ്മൾ നിർബന്ധിക്കണം അല്ലേ? ഞാൻ നിർബന്ധിക്കുന്നുണ്ട്. നിർബന്ധിക്കുന്നുണ്ട്. അവർ സമ്മതിക്കുന്നില്ല. അവര് Okay, എവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്? എറണാകുളം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നമുക്കൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് സൂപ്പർ ബമ്പർ കളിക്കണം അല്ലേ? അതിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് കളിക്കാൻ കയറണമെങ്കിൽ ഇവിടെ 2 ബോക്സുകൾ ഇരിപ്പുണ്ട്. ഒന്നിനകത്ത് പണപ്പെട്ടിയുണ്ട്, 2 പണിപ്പെട്ടിയാണ്. ഇത് 8ന്റെ പണിയാണ് ഇതിൻ്റെ അകത്ത്. ലിനുവിന് വരുന്ന പണികൾ മുഴുവൻ ഇതിൻ്റെ അകത്താണ്. ഈ പണിപ്പെട്ടിയിൽ നിന്ന് പണി ഏതാണെന്ന് അറിഞ്ഞാൽ ആ പണിയിൽ വിജയിച്ചാൽ മാത്രമേ പണപ്പെട്ടിയിൽ നിന്ന് പണം കിട്ടുകയുള്ളൂ. അപ്പം നമുക്ക് ഏത് പണിയാണ് ലിനുവിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ പണിപ്പെട്ടിയിൽ എന്ന് നമുക്ക് നോക്കാം അല്ലേ? നോക്കാം. എടുത്ത് നോക്കിക്കൂ. ഞാനായിട്ട് ഒന്നും പറയുന്നില്ല. ആയിരം രൂപയുടെ ഗെയിമാണ് ആദ്യം നടക്കാൻ പോകുന്നത്. ലീനുമുള്ള ഗെയിം ചക്രവ്യൂഹം. ഇവിടെ കുറേ റിങ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ ഒരാളെ നിർത്തുന്നു. 2 പേര് വേണം ഈ ഗെയിമിന്. 2 പേര്, താങ്കളും വേറൊരാളും. ഒരാളെ അവിടെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ചക്രവ്യൂഹത്തിൽ കയറ്റി നിർത്തുന്നു. ഇവിടെ 1, 2, 3, 4 റിങ് ഇരിപ്പുണ്ട്. 120 സെക്കൻഡിനുള്ളിൽ ഒരു റിങ് ആരുടെ കഴുത്തിലൂടെ ഇടുക, മീൻസ് പുറത്തു പോകാതെ ഇടുക. അതാണ് ഈ ചക്രവ്യൂഹം എന്ന് പറയുന്ന ഗെയിം. 120 സെക്കൻഡാണ് ഈ ഗെയിമിൻ്റെ സമയം. നമുക്ക് ആരെയാണ് ലിനു വിളിക്കുന്നത്? എന്റെ സഹോദരനെ വിളിക്കാം. സഹോദര, എവിടെയാണ് സഹോദരൻ? ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങാം. ചേച്ചിക്കിട്ട് പണി കൊടുക്കുവോ? ഇല്ല. സഹായിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും സഹോദരനെ ചക്രവ്യൂഹത്തിൽ കയറ്റി നിർത്താം. വരൂ. ബൈക്ക് ഓടിക്കാറുണ്ടോ? ഹെൽമെറ്റ് വെക്കാറുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് ഇതിനുള്ള ശിക്ഷയാണ്. കയറി വന്നോളൂ. ഞാൻ പറയുന്ന പോലെ തിരിച്ചു പറയണം കേട്ടോ. സത്യമായും ഈ ജനങ്ങളുടെ സമക്ഷം മഞ്ഞപ്രകാരം സത്യമാണെങ്കിൽ ഇനി ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചോളാം. അത് പറ്റൂല. എങ്കിലാണ് ഇന്ന് നടപടി ആവൂല. ഹെൽമെറ്റ് വെച്ചോളാം. ബൈക്ക് ഓടിക്കുന്നവർ തീർച്ചയായിട്ടും ഹെൽമെറ്റ് വെക്കണം. സത്യം. അമ്മയാണ് സത്യം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. അവിടെ നിന്നോളൂ. അപ്പോ ലീനു ചക്രവ്യൂഹത്തിലേക്ക് കിടക്കുകയാണ്. ലീനു വന്നോളൂ. അപ്പം 4 വളയങ്ങളുണ്ട്. അപ്പം 120 സെക്കൻഡിനുള്ളിൽ ലീനു ഒരു വളയം സഹോദരന്റെ തലയിലൂടെ താഴേക്കിടുക. അപ്പം ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. ചക്രവ്യൂഹം ഇട്ടോളൂ. 1 ലിനു, സന്തോഷമായില്ലേ? 1000 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. സി കേരള സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ കണ്ടസ്റ്റന്റ് ആയിരുന്നു ലീനു. ലീനുവിന് ആദ്യത്തെ ഗെയിമിൽ തന്നെ 1000 രൂപ കിട്ടിയടേ. സന്തോഷമായല്ലേ? സി
കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയി ലീനുവിന് 1000 രൂപ. Yes. അപ്പോ ലീനു 1000 രൂപ കിട്ടിയിരിക്കുകയാണ്. 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? തയ്യാറാണ്. അപ്പോ എന്താണ് ലീനുവിനുള്ള പണി? പണി മറഞ്ഞു നിൽക്കുകയായിരുന്നു അല്ലേ? ഇതിനകത്തുള്ള പണി എന്താണെന്ന് നോക്കാം. അപ്പൊ എന്തായാലും അടുത്ത ഗെയിം എടുത്തോളൂ. സി കേരളം സൂപ്പർ ബമ്പറിൽ 2000 രൂപയുടെ ഗെയിം, ലീനുവിനുള്ള ഗെയിം പറയുകയാണ്. എന്താണെന്ന് അറിയണ്ടേ? പറയാം. അടുത്ത ഗെയിമാണ്. അതിനു മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. ലീനുവിനുള്ള ഗെയിം ഏതാണെന്ന് നമുക്ക് അറിയണ്ടേ? ലീനുവിനുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് കാൽ കരണ്ടി. ലീനു ഇപ്പൊ ഇവിടെ കൊക്കൊറ്റക്കാലം നിൽക്കുന്ന പോലെ നിൽക്കുക. ഒരു രക്ഷയില്ല. കാലയിൽ നിന്ന് കാണിച്ച എന്താ ഉള്ളത്? കാലയിലൊരു കപ്പ് നമ്മൾ കെട്ടിയിട്ടിട്ടുണ്ട്. 100 സെക്കൻഡിനുള്ളിൽ 10 ബോള് ഈ കപ്പിനകത്ത് എടുത്ത് അവിടെ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടുക. നിസ്സാര ഗെയിമാണല്ലേ? വളരെ നിസ്സാരമായിട്ടുള്ള സിമ്പിൾ ഗെയിമാണ്. ഒറ്റക്കാലിൽ എടുക്കുക, ബോൾ എടുക്കുക, കൊണ്ടുപോയി ഇവിടെ തപ്പി തടഞ്ഞു വീണാൽ ഞങ്ങൾ ആരും ഉത്തരവാദികളല്ല. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. വെറും 10 ബോൾ ഇട്ടാൽ മതി. ഗെയിം സ്റ്റാർട്ട്. 1 മണ്ണിടണ്ട. 2 3 ആയിക്കോട്ടെ. 3 4 4 5 ഏതായാലും 2000 രൂപയുടെ ഗെയിമിൽ വിജയിച്ചിരിക്കുകയാണ്. നല്ലൊരു കൈയടി. ഞാനിവിടെ കുറേ നേരമാക്കി നോക്കിയപ്പോൾ ഇവിടെ ഒരാളെ ഇവർ ഭയങ്കരമായിട്ട് പൊതിഞ്ഞു നിൽപ്പുണ്ട്. കാരണം ഈയിടെ കുറേ വീഡിയോകൾ നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ വൈറൽ വീഡിയോസിലൂടെയൊക്കെ പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട്. മിമിക്രിയുടെ ഒരു രാജാവാണ് അദ്ദേഹം. ഈ നാട്ടുകാരനാണ്. നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യാം അല്ലേ? നല്ലൊരു കൈയടിയോടുകൂടി സ്വാഗതം ചെയ്യാം. ലീനുവേ, അറിയോ? പുള്ളി അറിയോ? അറിയാം. നിങ്ങൾ ഒരു അയൽവക്കക്കാരല്ലേ? അയൽവക്കമാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? ആളെങ്ങനെയുണ്ട്? നല്ല മനുഷ്യനാ. നല്ല മനുഷ്യനും നിന്നും മനുഷ്യനൊക്കെ ആടാവേ. ഒരു ചെറുപ്പക്കാരനല്ലേ? നല്ല കൊച്ചാന്ന് പറ. നല്ല കൊച്ചാ. ഓക്കെ, വലുതാ. അവൻ അത് സംഭവിക്കുകയില്ല. കൊച്ചല്ല, വലുതാ അത്. ഓക്കെ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. അപ്പൊ എന്താണ് അരുണിന്റെ പ്രത്യേകത? എന്തൊക്കെയാണ്? സ്റ്റാർസ് ആണോ അതോ? മെയിനായിട്ട് സ്റ്റാറാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ നമ്മുടെ നാട്ടുകാരല്ലേ? അതെ, നമ്മൾ അറിയുന്നവരാ. നമ്മളാക്കിയ നമ്മുടെ നാട്ടുകാരാണ്. അവരുടെ മുമ്പിൽ നിന്നൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. അപ്പൊ എന്താണ് അരുണെ ചെയ്യുന്നത്? എന്താണ് ചെയ്യാൻ പോണേ? ആദ്യമായിട്ട് നമ്മുടെ ഈ ബാൻഡ് സെറ്റിന്റെ ഒപ്പം കാണുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ട്രംപറ്റ്, അത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഗാനം. അപ്പൊ നമ്മുടെ കലാഭവനിൽ തന്നെ നമ്മുടെ മണിച്ചേട്ടൻ ഇന്നും മരിക്കാത്ത ഓർമ്മ മണിച്ചേട്ടന് വേണ്ടിയിട്ട് ഒരു ഗാനം മണിച്ചേട്ടൻ്റെ. തീർച്ചയായും ഞാനത് പറയണില്ല. അത് പാട്ട് ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ. വെരി ഗുഡ്, നന്നായിട്ടുണ്ട് അല്ലേ? അടുത്ത എന്താണ്? നമുക്ക് അനുകരണത്തിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ മലയാള സിനിമയിലെ കോമഡി രംഗത്ത് നിന്നൊക്കെ പ്രശസ്തനായി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ അമർ അക്ബർ അന്തനിലെ ശശി കലിംഗർ. നിലവറയുടെ കാവൽക്കാരൻ, ഇന്നാണ് നൊമ്പരത്തിലെ ദീപ്തിയുടെ പ്രസവം. കൊച്ചിൻ്റെ അച്ഛൻ രമേശനാണോ ബാബുവാണോ നിന്നറിയാം. അന്തോണി, നിന്നോട് ഈ കളർ ഷർട്ട് എടുക്കാനാണോ പറഞ്ഞത്? നിന്നോട് ആ പച്ച കോളർമ ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി പേര് എടുക്കാനല്ലേ പറഞ്ഞത്? അതായത് നമ്മുടെ ആമീൻ സിനിമയിലെ ഒറ്റപ്ലാക്കിൽ എന്ന വികാരത്തിന് ശബ്ദവും ഭാവം നൽകിയ സംവിധായകനും നടനുമായ ശ്രീ ജോയ് മാത്യു സർ. കുമരഗിരി പള്ളിയിൽ വിശഗീവറീസായുടെ പാട്ട് വേണ്ടുമ്പോൾ തീരുമാനിക്കുന്നത് പള്ളിയിലെ കുറ്റിയപ്പേരുടെ വേഷം ഇതാണോടാ.
കഴിഞ്ഞ ന്യൂ ഇയർ കുർബാനയ്ക്ക് പള്ളി കൈസായം ചെയ്യാത്തവൻ പള്ളി ഭഗവാനിലും വായിക്കണ്ട. എടാ നീ വായിച്ചേ, ഞാൻ കേൾക്കട്ടെ. എടാ വായിക്കാൻ. നമ്മുടെ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞു പോയുള്ളൂ, ലോനപ്പന്റെ മാമൂസ ജയറാമേട്ടന്റെ. അപ്പൊ നമ്മുടെ മഞ്ഞപ്പുറയിൽ ഞങ്ങൾ എല്ലാവരും ജയറാമേട്ടൻ്റെ കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുത്തു. അപ്പൊ ജയറാമേട്ടന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജയറാമേട്ടന്റെ പഞ്ചവർണ്ണ തത്തയിലെ അദ്ദേഹത്തിന്റെ ആ ഒരു മോഡുലേഷൻ ജയറാമേട്ടൻ. ആഗ്രഹങ്ങളല്ലാട്ടോ ദുഃഖത്തിന്റെ കാരണം. ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ ശരി വീട് വയ്ക്കുവോ, സാർ MLA ആവോ? ദുഃഖത്തിന്റെ കാരണം അതൊന്നും അല്ലാന്നേ, നടക്കാതെ പോയ ആഗ്രഹങ്ങളാ ദുഃഖത്തിന്റെ കാരണം. നമുക്ക് ഇഷ്ടമുള്ളവര് സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ സാർ എന്നോട് പോലും ചോദിക്കാതെ എന്റെ കാര്യത്തിൽ ഇടപെട്ടത്. നേരത്തെ ഒരു തമാശ കൂടി വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹം കേരളത്തിൽ വന്ന് ഒരു പ്രഭാഷണം, ഹിന്ദി പ്രഭാഷണം നടത്തി കഴിഞ്ഞാൽ അതിന്റെ ഒരു മലയാളം വെർഷൻ അതിന് തർജ്ജമ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാർ വന്ന് നിങ്ങളുടെ ഏതൊരാവശ്യവും സപ്ലൈകോ വഴി പേട്ട എന്നൊരു സ്ഥലത്ത് ആരെയോ വെട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളെ ഹർത്താലായിരിക്കും. കേരളം അച്ചുമാമന്റെ നാടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കേരളത്തിലെ ആനവാലുകളും കൊച്ചു കൊച്ചു പൂച്ചക്കുഞ്ഞുങ്ങളുമാണ് അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം. എന്തുവാ പറഞ്ഞേ? ഈ പറഞ്ഞവളുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും. അതായത് നമ്മുടെ സേതുലക്ഷ്മി അമ്മ ഹവാൾഡർ ചിത്രത്തിലൊക്കെ അഭിനയിച്ച സേതുലക്ഷ്മി എന്നെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എനിക്കായിട്ട് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കാറില്ല മോളെ, എല്ലാം പുറമേന്ന് മേടിക്കുക. മക്കള് വാ, ആഴ്ചയിൽ മുറുക്കും കൊണ്ടാട്ടുണ്ടാക്കും. അയ്യര് സാറിന്റെ വീട്ടിലാ, അവര് തന്ന ടിവിയാ. ബസ്സിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമെങ്കിലും നമ്മൾ തമ്മിൽ പേര് പോലും ചോദിച്ചിട്ടില്ല. എന്നിട്ടും മോളെന്നെ കാണാൻ വേണ്ടി വന്നല്ല. വല്ലപ്പോഴും ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം മോളെ, മനുഷ്യന്മാർക്ക്. മക്കളെ ഇത്ര നേരം എന്നെ കണ്ട് പ്രോത്സാഹിപ്പിച്ച, കൊച്ചു പരിപാടി കണ്ട് പ്രോത്സാഹിപ്പിച്ച നല്ലവരായ നാട്ടുകാർക്കും അവതാരകനും പിന്നെ എൻ്റെ കൂട്ടുകാരി അഡ്വക്കേറ്റിനും അതുപോലെ തന്നെ എല്ലാവർക്കും. ഇപ്പോൾ നമ്മളൊരു പ്രളയം കഴിഞ്ഞൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സി കേരളം പോലെ ഒരു നവകേരളത്തിൻ്റെ സൃഷ്ടി എടുക്കട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവർക്കും. ഓക്കെ മോനെ, ഒരുപാട് സന്തോഷം. അപ്പം കലാഭവൻ അരുൺ നാടിൻ്റെ ഒരു നാടിൻ്റെ ഒരു പേര് ഉണ്ടാക്കി തരട്ടെ നിങ്ങൾക്ക്. ഒരുപാട് സന്തോഷം. സ്വീകരണത്തിൻ്റെ നല്ലൊരു സമ്മാനം, സൂപ്പർ ബമ്പറിൻ്റെ നല്ലൊരു സമ്മാനം കലാഭവൻ അരുണിന്. ഓക്കെ, താങ്ക് യു. അടുത്ത ഗെയിമിലേക്ക് പോകാൻ തയ്യാറല്ലേ? തയ്യാറാണ്. തീർച്ചയായിട്ടും തയ്യാറാണ് ലീനു. 3000 രൂപയുടെ കളിയാണ് ഇനി കളിക്കാൻ പോകുന്നത്. ലീനു, പണിപ്പെട്ടിയിൽ ഏത് പണിയാണ് ലീനുവിനെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കണം അല്ലേ? അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് എടുത്തോളൂ. അടുത്ത ഗെയിമിലേക്ക് പോകാം. 3000 രൂപയുടെ ഗെയിമാണ് ലീനു കളിക്കാൻ പോകുന്നത്. ലീനുവിനുള്ള അടുത്ത ഗെയിം ഗംഭീര ഒരു ഗെയിമാണ് ലീനുവിനുള്ളത്. അറിയേണ്ടത് ഏതാന്ന് പറയാം കേട്ടോ. ലീനുവിനുള്ള അടുത്ത ഗെയിം പറയുന്നതിന് മുമ്പ് ഒരു നല്ല
സമ്മാനവും പിന്നെ ഞങ്ങളുടെ എല്ലാം നല്ലൊരു കയ്യടി കൂടെ അടിച്ചു പൊളിക്കുക. വിനീത് ഗംഭീരമായിട്ട് പാടി. ഇനിയിപ്പം നമുക്ക് ലീനുവിനുള്ള ഗെയിമാണ്. ലീനു 3000 രൂപയുടെ ഗെയിമിലേക്കാണ് പോകുന്നത്. ഗെയിമിന്റെ പേര് പന്താട്ടക്കാരൻ എന്നാണ്. അപ്പോൾ നമുക്ക് ഗെയിം തുടങ്ങാം. പന്താട്ടക്കാരൻ. അപ്പോൾ നമ്മുടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ലീനു ഇത് ആകെ ഒരു രക്ഷയില്ലാതെ ഇതെന്നാ ലീനു ഇത്? ഇവിടെ 2 ഗ്ലാസ് കെട്ടിയിട്ടുണ്ട്. ഇവിടെ മൊത്തം 1 2 3 4 5 6 7 8 ഗ്ലാസ് ആണ് ലീനുവിന്റെ മേത്ത് കെട്ടി വെച്ചിരിക്കുന്നത്. എന്താ പന്താട്ടക്കാരൻ? ഗെയിം മാസ്റ്റർ ഇത് കൊണ്ട് പേരിട്ടുണ്ടോ? ഞങ്ങൾ എന്നാ ചെയ്യുന്നത്? ഇത് പന്താട്ടക്കാരനല്ല, പന്താട്ടക്കാരി അല്ലേ? അപ്പോ ഗെയിമിന്റെ പേര് മാറ്റിയിരിക്കുകയാണ് പന്താട്ടക്കാരി. അതാണ്. അപ്പോ പന്താട്ടക്കാരി ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ കുറെ ബോൾ വെച്ചിട്ടുണ്ട്. ഇവിടെ എറിയുക. ഇങ്ങനെ എറിഞ്ഞിട്ട് ഇത് ക്യാച്ച് ചെയ്യേണ്ടത് നമ്മുടെ ഇതിനകത്താണ്. എല്ലാ ഗ്ലാസ്സിലും ഓരോ ബോൾ വെച്ചിട്ടാൽ മതി. 80 സെക്കൻഡാണ് നമ്മുടെ ഗെയിമിന്റെ സമയം. 80 സെക്കൻഡിനുള്ളിൽ ഓരോ ഗ്ലാസ്സിലും ഓരോ ബോൾ വെച്ചിടുക. ഇതിൽ ജയിക്കുകയാണെങ്കിൽ 3000 രൂപ കിട്ടും. തോൽക്കുകയാണെങ്കിൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പന്താട്ടക്കാരി 80 സെക്കൻഡിനുള്ളിൽ ഓരോ ഗ്ലാസ്സിലും 1 കൈയടിക്ക്. ജയിക്കില്ലേ? ശ്രമിച്ചാൽ നടക്കും. 60 സെക്കൻഡ് കഴിഞ്ഞു. 5 പിടിക്കോ. 8 7 3 2 1 0. നന്നായിട്ട് കളിച്ചു ലീനു. നല്ല ഗംഭീരമായിട്ട് കളിച്ചു. അൺഫോർച്ചുനേറ്റ്ലി 1000 രൂപ കൊണ്ട് തൃപ്തിപ്പെടാനേ ലീനുവിന് സാധിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ധൈര്യം, ഈ ഒരു ആത്മവിശ്വാസം, ഈ ജോലിക്ക്, അതായത് അഡ്വക്കേറ്റ് ആയിരിക്കുകയാണ്, ഒരുപാട് കേസുകൾ കെട്ടിട്ട് ഈ ഒരു മനോധൈര്യം ഇനിയും ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും ഇവിടെ വന്നതിൽ ഗെയിം പങ്കെടുത്തത് ഒരുപാട് സന്തോഷമുണ്ട്. ഏതായാലും ലീനുവാണ് നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പറിൽ വിടവാങ്ങിയത്. ഇനി ബാക്കിയുള്ള 4 പേരുണ്ട്. 4 പേരിൽ ആരാണ് കളിക്കുന്നത്, ആരാണ് ജയിക്കുന്നത് ഒന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് 4 പേരെ സ്വാഗതം ചെയ്യാം. അതിനു മുമ്പേ എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അടുത്ത ഗെയിമിലേക്ക് പോകണം. ആരാണ് നമുക്കിനി എൻട്രി ആവുന്നതെന്ന് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ നിൽക്കുക. നിസ്സാരമായിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഉത്തരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി ആവാം. സൂപ്പർ ബമ്പർ കളിക്കണം. നിസ്സാരമായിട്ടുള്ള ഗെയിമാണ്. നമുക്ക് സമയം കുറയും തോറും, അതായത് നമ്മുടെ ഗെയിമിൻ്റെ സമയം കുറയും തോറും പൈസ കൂടിക്കൊണ്ടിരിക്കും. പക്ഷേ ഗെയിമിൻ്റെ കാഠിന്യം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു പ്രോഗ്രാമിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കണം. ഉത്തരം പറയാൻ റെഡി ആയിട്ടിരുന്നോളൂ. ചോദ്യം ഇതാണ്: അഴകിയ രാവണൻ എന്ന സിനിമയിൽ ശ്രീനിവാസൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? അവിടെ കൈവക്കി. ഇവിടെ ആരാ കൈവക്കിയേ? ഇവിടെ ഉണ്ടായിരുന്ന പൊന്നുംകുടം. എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? എന്താണ്? അംബുജാക്ഷൻ. തീർച്ചയായിട്ടും ശരിയാണ്, അംബുജാക്ഷൻ. അപ്പോൾ ബിബിന് സ്വാഗതം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ബിബിനെ? വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്, അനിയത്തിയുണ്ട്. ഇവിടെ ആരോ ആരെങ്കിലും ഉണ്ടോ? അനിയത്തിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ നമ്മുടെ ചങ്ക് കൂട്ടുകാരന്മാര് മാത്രമാണ്. ആണോ? അതാണ്. ബിബിനെ ആദ്യത്തെ കളിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. തീർച്ചയായിട്ടും. ഫുൾ എനർജി അല്ലേ? ഓക്കെ. ഫുൾ പഞ്ചല്ലേ? അതെ. അപ്പൊ എടുക്ക്. ഇവന്റെ ഗെയിമിന്റെ പേരാണ് കോൽ സഞ്ചാരി. ഇവിടെ 2 കോൽ ഇരിപ്പുണ്ട്, കണ്ടോ? 2 ഗംഭീരമായിട്ടുള്ള 2 ചൂരൽ വടികൾ ഇരിപ്പുണ്ട്. ഇത് 2 കോലും എടുക്കുക. ഒരെണ്ണം ഒരു കാലേ വെക്കുക, മറ്റൊരെണ്ണം മറ്റേ കാലേ വെക്കുക. എന്നിട്ട് താടിയിൽ കുത്തിവെക്കുക. എന്നിട്ട് നടന്നു പോയി ഓരോ ബോൾ എടുക്കുക, അതിനകത്ത് ഇടുക. ബാസ്ക്കറ്റിനകത്ത് നടന്നിങ്ങനെ പോയി ഓരോ ബോൾ എടുത്ത് അതിനകത്ത് ഇടുക. 3 ബോളാണുണ്ട്. തൊണ്ടേ കുത്തിക്കുറിയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് പറയാൻ പറഞ്ഞു കമ്മിറ്റി. ഓക്കെ, എന്തായാലും ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരെന്താണ്? കോൽ സഞ്ചാരി. അപ്പം
ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിമിന്റെ പേരാണ് കോൽ സഞ്ചാരി. 120 സെക്കൻഡാണ് സമയം. ഇടയ്ക്ക് നിങ്ങളുടെ കയ്യിൽ നിന്ന് കോല് പോയാൽ വീണ്ടും കോൽ എടുത്ത് വെച്ചിട്ട് വീണ്ടും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഗെയിം സ്റ്റാർട്ട്. കോൽ സഞ്ചാരി. അതിവിദഗ്ധമായിട്ടാണ് ഇതിൽ കളിക്കുന്നത്, വളരെ നൈപുണ്യത്തോടു കൂടി. 1000 രൂപയുടെ ഗെയിമാണ്. യെസ്, യെസ്. ഒരു ബോളൂടെ ബാക്കിയുണ്ട്. ശ്രദ്ധിച്ച് ചെയ്യുക. സമയം ഒരുപാട് ബാക്കിയുണ്ട്. ശ്രദ്ധിച്ച് താടിന്ന് പോയി വീണ്ടും പോണം. സാവകാശം, മെല്ലെ, പതുക്കെ. പോട്ടെ. പിടിച്ചോ. ആ, യെസ്. അടുത്തത് റിസ്കാണ്, ഡേഞ്ചറായി തുടങ്ങി. 120 സെക്കൻഡാണ് സമയം. പോകരുത്. ജയിക്കാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കുകയാണ്. ബിബിൻ ജയിച്ചിരിക്കുന്നത് 120 സെക്കൻഡിനുള്ളിലെ ഗെയിം ആയിരുന്നു. 1000 രൂപ. വളരെ റിസ്ക് ഉള്ള ഗെയിം ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും ഉറപ്പായ സമ്മാനം. ആദ്യത്തെ ഗെയിമിൽ വിന്നറായിരിക്കുകയാണ് ബിബിൻ. 1000 രൂപ സമ്മാനം. ബിബിനെ, എന്റെ പൊന്നെ, അയ്യോ ഒരു രക്ഷയില്ല, അടിച്ചു പൊളിച്ചു കേട്ടോ. 1000 രൂപ കിട്ടിയല്ലേ? 1000 രൂപയ്ക്ക് എന്നാ ചെയ്യാനാ പരിപാടി? ഒന്നും തീരുമാനിച്ചില്ല. അടുത്ത ഗെയിമിലേക്ക് പോകണം. എന്തായാലും റെഡി അല്ലേ? അടുത്ത ഗെയിമിലേക്ക് ഞാനത് ആദ്യമായിട്ട് കാണുന്ന ഒരു ഗെയിമാണ്. എല്ലാം നമ്മുടെ വ്യത്യസ്തമായ ഗെയിമുകളാണ് എല്ലാം. ഞങ്ങൾ ഈ പെയിന്റ് ചെയ്യുമ്പോ ഈ കോലുമ കാലുത്തിക്കാറുണ്ട്, പക്ഷെ കാലുമ കോലുത്തിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് വ്യത്യസ്തമായ ഗെയിമാണ്. നല്ലൊരു ഗെയിമായിരുന്നു. അടുത്ത നല്ല ഗെയിം ആയിരിക്കും അല്ലേ? അടുത്തത് ഇതുപോലത്തെ ആയിരുന്നെങ്കിൽ നല്ല സുഖം ഉണ്ടാവും. ഏതായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാൻ പുള്ളി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിന് മുമ്പ് നമുക്ക് നല്ലൊരു പെർഫോമൻസ്
നന്നായിട്ട് മോള് പെർഫോം ചെയ്തു അല്ലേ? ഗംഭീരമായിട്ട് ചെയ്തില്ലേ? ഇല്ലേ? ചെയ്തോ? അതാണ് നാട്ടിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട്. കണ്ടോ? ഇതൊക്കെയല്ലേ വേണ്ടത്. ഏതൊരു കലാകാരനും കലാകാരിക്കും നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു പഞ്ച് കിട്ടത്തുള്ളൂ. എന്താ മോടെ പേര്? വൈഷ്ണവി. വൈഷ്ണവി. ഏതായാലും വൈഷ്ണവിക്ക് ഒരുപാട് നന്ദി ഇവിടെ വന്ന് പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ. ഞങ്ങളുടെ ഒരുപാട് സി കേരളത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഏതായാലും സി കേരളം സൂപ്പർ ബമ്പറിൻ്റെ വകയായിട്ട് നല്ലൊരു സമ്മാനം. എന്തായാലും നമുക്ക് 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം അല്ലേ? തീർച്ചയായിട്ടും പോവാം. തീർച്ചയായിട്ടും. അപ്പം ബിബിനുള്ള പണി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ബിബിന്റെ ഈ ഗെയിമിന്റെ പേരാണ് നെറ്റിപ്പട്ടം. നെറ്റിപ്പട്ടം ഗെയിം എന്ന് പറയുന്നത് നെറ്റിപ്പട്ടം പോലെ സ്കെയിൽ വെക്കുക, അതിന്റെ മുകളിൽ ഓരോ വൈൻ ഗ്ലാസ് എടുത്ത് വെക്കുക, വൈൻ ഗ്ലാസിന്റെ മുകളിൽ ഓരോ ബോൾ ഇടുക. 100 സെക്കൻഡിനുള്ളിൽ ഇത് ചെയ്തു തീർക്കണം. തീർക്കുകയാണെങ്കിൽ 2000 രൂപയുടെ ഗെയിമാണ്. തീർച്ചയായിട്ടും ജയിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ഉണ്ടാവും. അപ്പൊ നമുക്ക് ഗെയിം തുടങ്ങാം അല്ലേ? തുടങ്ങാം. നെറ്റിപ്പട്ടം. സ്കെയില് തൊടല്ലേ. 100 സെക്കൻഡ് സമയമുണ്ട്. ശ്രദ്ധിച്ച് തല ബാലൻസ് ചെയ്യുക. 20 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. 80 സെക്കൻഡ് ഉണ്ട് സമയം. ശ്രദ്ധിച്ച്. ഓക്കെ, കൈയടിക്ക്. ഓ, വെരി ഗുഡ്. 50 സെക്കൻഡ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 50 സെക്കൻഡ് കൂടി ബാക്കിയുള്ളൂ. ഗ്ലാസ് തൊടാതെ. ഓ, ഇതിന് അപ്പോ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോവാം അല്ലേ? സന്തോഷമുണ്ട്. അപ്പൊ നമുക്ക് എന്തോ എളുപ്പമുള്ളത് കിട്ടുന്നേ. അപ്പം ഇതിനുള്ള ഗെയിം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാൻ താല്പര്യം ഉണ്ടാവും. സിമ്പിൾ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ് കുടമാറ്റം. നമ്മുടെ കുടമാറ്റം ഗെയിമാണ്. കുടമാറ്റം ഗെയിം എന്ന് പറഞ്ഞാൽ വാനപ്പുറത്ത് കയറണമെന്നൊക്കെയാണ് പുള്ളി ചോദിക്കുന്നത്. കുടമാറ്റം ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇതാണ് കുട എന്ന് സങ്കല്പിക്കുക കേട്ടോ. ഇതാണ് കുട. ഇത് കുടയുടെ കാല്. ഈ കാല് ഇതിലോട്ട് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ ഇരിക്കും. ഓക്കെ, അതുപോലെ ഈ കുടയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരു കുട കൊണ്ട് ഒരു ബോൾ എടുക്കുക. ഇതുപോലെ ബോൾ എടുക്കണം, ഇങ്ങനെ കോരി എടുക്കണം. ഞാനിപ്പോൾ എടുത്തപോലെ കൈ കൊണ്ട് എടുക്കരുത്. എന്നിട്ട് ബോൾ ഇതേലെ വെക്കുക. എന്നിട്ട് ഈ കുടയിൽ കൊണ്ടുപോയി ബോൾ കൊണ്ടുപോയി അപ്പുറത്തെ ബാസ്ക്കറ്റിൽ ഇടുക. അപ്പം ഞാൻ ഇട്ടപ്പോൾ കറക്റ്റായിട്ട് ചെയ്തല്ലേ? അതുപോലെ തന്നെ ചെയ്യരുത്. അതുപോലെ ചെയ്താൽ കാശ് കിട്ടുകയില്ല. ഞാൻ ചെയ്യാത്ത എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ടാണ്. എന്തായാലും കുടമാറ്റം ഗെയിമാണ് തുടങ്ങാൻ പോകുന്നത്. 80 സെക്കൻഡിനുള്ളിൽ 15 ബോളാണ് ആ കുട്ടയിലാക്കേണ്ടത്. റെഡിയല്ലേ? റെഡിയാണ്. ശ്രമിക്കാം. കുടക്കാൽ ഇവിടെ ഇരിക്കുന്നു. കുടയിൽ പ്രസ് ചെയ്യുന്നു. കുട തിരിച്ചെടുത്തിട്ട് കുടയുടെ മുകളിൽ ഒരു ബോൾ വെക്കുന്നു, കൊണ്ടായി വിടുന്നു. അപ്പോ അതുപോലെ 15 ബോൾ. ഓക്കെ, റെഡിയല്ലേ? റെഡിയാണ്. അപ്പോ കുടമാറ്റം ഗെയിമാണ് നടക്കാൻ പോകുന്നത്. 80 സെക്കൻഡാണ് സമയം. ഗെയിമിന്റെ പേര് കുടമാറ്റം. ബിബിൻ റെഡിയാണ്? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. അതെ, ആഞ്ഞു പിടിച്ചോ ബിബിനെ. ശ്രമിച്ചാൽ നടക്കും. പതുക്കെ കമ്മിന്റെ അറ്റത്ത് പിടിക്കുക. യെസ്, 80 സെക്കൻഡ് സമയം. ശ്രദ്ധിച്ച്. ഇവനെ ശ്രദ്ധിച്ചു വെക്ക്. 50 സെക്കൻഡായി. 15 ബോളാണ് വെക്കേണ്ടത്. 2 ബോളേ ആയിട്ടുള്ളൂ. മൂന്ന്. ഓ, യെസ്, 4. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ 10
0. ബിബിൻ ഈ ഗെയിമിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അൺഫോർച്ചുനേറ്റ്ലി നന്നായിട്ട് കളിച്ചു. നല്ലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കളിക്കുമെന്ന്. ഒരുപാട് ഗംഭീരമായിട്ട് ആനപ്പുറത്ത് കയറാനുള്ള ആഗ്രഹം നടക്കട്ടെ. ജീവിതത്തിലെ വിജയങ്ങളൊക്കെ ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ആനന്ദിക്കാനുള്ളതാണ്. നിങ്ങളെ ആനന്ദിപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ നാളെ നിങ്ങളുടെ നാടും നഗരവും ഞങ്ങളെ വലവീശി പിടിച്ചിരിക്കും. സി കേരള സൂപ്പർ മെമ്പറുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരേക്ക് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം സുരജ് പലകാരൻ.